വിനീത വിജി നമുക്കൊപ്പം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. വിനീത, എല്ലാ സജ്ജീകരണങ്ങളും അവിടെ പൂർത്തിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? തീർച്ചയായും SKN സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹങ്ങൾ എത്തിയാൽ എത്രയും വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവരുടെ ജന്മനാടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ, വാർഡ് കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആകാശിന്റെ ബന്ധുക്കൾ, വാർഡ് കൗൺസിലറൊക്കെയാണ് നമുക്കൊപ്പം ചേരുന്നത്. ആകാശിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ വാക്കുകളേ ഇല്ല. തികച്ചും മറ്റുള്ളവരോട് പെരുമാറ്റ രീതിയാണെങ്കിലും പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും നല്ല പെരുമാറ്റ രീതിയുള്ള ഒരു കുട്ടിയാണ്. ഞങ്ങൾക്ക് നാട്ടുകാർക്കും ബന്ധുക്കൾക്കടക്കം താങ്ങാനാകാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും. തികച്ചും എത്ര നാളായിരുന്നു ആകാശ് അവിടെ പോകുന്നത്? ആകാശ് ഏകദേശം 8 വർഷത്തോളമായി കുവൈറ്റിൽ ജോലി നോക്കിയായിരുന്നു. 1.5 വർഷത്തിന് മുൻപ് ലീവിൽ വന്നിട്ടുണ്ടായിരുന്നു. വിവാഹ സംബന്ധമായിട്ട് ഓഗസ്റ്റിലേക്ക് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഓഗസ്റ്റിലാണോ എത്താൻ വേണ്ടിയിട്ടത്? ഓഗസ്റ്റില് വിവാഹ സംബന്ധമായ പല ആലോചനകളും വരുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇടയിലാണ് ഈ ഒരു ഹൃദയവേദന. അതെ, ആർക്കും ഒന്നിട്ട് ഉൾക്കൊള്ളാനേ പറ്റാത്ത ഒരവസ്ഥയാണ്. സംസ്കാരം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഇപ്പോൾ വീട്ടിലവിടെ നാട്ടിലെ നമ്മളെല്ലാ സജ്ജീകരണങ്ങളും അറേഞ്ച് ചെയ്തിട്ടാണ് ഇവിടേക്ക് പുറപ്പെട്ടത്. കൂടി വന്ന അപ്പം തന്നെ അവിടെ പൊതുദർശനത്തിന് നാളെയാണ് നമ്മൾ സംസ്കരണത്തിനുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ ആകാശിന്റെ സഹോദരിയുടെ ഹസ്ബൻഡ് നാളെ ദുബായിൽ നിന്ന് എത്തത്തുള്ളൂ. അതിനുശേഷം നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ബോഡി സംസ്കരിക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ആകാശിന്റെ ചിറ്റപ്പനാണ്. അതെ, ആകാശിന്റെ ചിറ്റപ്പൻ അദ്ദേഹവും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തലേ ദിവസം സംസാരിച്ച രാവിലെ അന്ന് ഫോൺ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ലല്ലോ. 8 വർഷമായി ആകാശ് അവിടെ ഓഗസ്റ്റിൽ വരാനായിട്ട് ആയിരുന്നു. സംസ്കാരം നാളെയാണ് നാളെ ഉച്ച കഴിഞ്ഞാണ്. അവന്റെ സഹോദരിയുടെ ഭർത്താവ് ഗൾഫിലാണ്. അവരിന്ന് നൈറ്റിലേ എത്തത്തുള്ളൂ. തീർച്ചയായും ഇതാണ് അവരുടെ ഓരോ കുടുംബത്തിന്റെയും അവസ്ഥ. വളരെയധികം വേദനയോടുകൂടി തന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും പറയുന്നത്. എന്താണെങ്കിലും ഇവിടെ എത്തുന്ന മൃതദേഹങ്ങൾ അതിവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്രയും വേഗം തിരിച്ചെത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്.